ഒരൊറ്റ വീടിന്റെ ചിത്രം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ VN വാസവൻ പങ്കുവച്ചതോടെ തരംഗമായി മാറുന്നത് ചാണ്ടിയുമ്മനാണ്. ഏറെ വേദനാജനകവും ഞെട്ടിക്കുന്നതുമായ സംഭവത്തിന് പിന്നാലെ അല്പം ആശ്വാസകരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സർക്കാർ അതിനെ വലിയ പരസ്യമാക്കി മാറ്റുകയാണ്. എന്നാൽ അവിടെയാണ് ചാണ്ടിയുമ്മൻ സ്കോർ ചെയ്യുന്നത്. സത്യത്തിൽ ചാണ്ടിയുമ്മനെ പേടിച്ചിട്ടാണോ സർക്കാർ ഉടനടി പണി പൂർത്തീകരിച്ചത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത വീട് നിർമ്മാണം പൂർത്തിയായതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വീടിന്റെ താക്കോൽ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ R ബിന്ദു വീടിന്റെ താക്കോൽ കൈമാറുമെന്നും മന്ത്രി ആ വീടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ബിന്ദുവിന്റെ മരണം ഏറെ വേദനാജനകമായിരുന്നുവെന്നും ബിന്ദുവിന്റെ കുടുംബത്തെ സർക്കാർ ചേർത്തു പിടിക്കുകയാണെന്നും മന്ത്രി VN വാസവൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മന്ത്രി വാസവനും ഒപ്പം ആരോഗ്യമന്ത്രിയായ വീണ ജോർജും വന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഒഴിഞ്ഞ കെട്ടിടമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാ നടപടികൾ വൈകിയതും ബിന്ദു മണിക്കൂറുകളോളം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുകയും ചെയ്തത്. എന്നാൽ അവിടെ തക്ക സമയത്ത് ഇടപെട്ട ഒരാളുണ്ട്, അത് ചാണ്ടിയുമ്മനാണ്. കെട്ടിടം തകർന്നു വീണ വിവരം കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തി ചാണ്ടിയുമ്മൻ അന്നെടുത്ത എല്ലാ നിലപാടുകളും ചർച്ചയായതാണ്. അത് മന്ത്രി വീണക്കിട്ട കുരുക്ക് ചില്ലറയുമല്ല. ഇതോടെയാണ് നിയമസഭ പോലും ചേരാനാവാതെ മുഖ്യൻ പെട്ടുപോയതും ഈ സെപ്റ്റംബർ 15 കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോയതും. തീർന്നില്ല, ഇവിടെ സർക്കാരിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിൽ നിന്നും 5 ലക്ഷം രൂപ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ചാണ്ടിയുമ്മൻ കൈമാറുകയും ചെയ്തു. സത്യത്തിൽ സർക്കാരിൽ നിന്നുണ്ടായ ഗുരുതര പിഴവിൽ ചാണ്ടിയുമ്മൻ നടത്തിയ ഇടപെടൽ തീർത്തും മുഖ്യനെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. ഇവിടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപ ചാണ്ടിയുമ്മൻ MLA കൈമാറി. ബിന്ദുവിന്റെ മക്കളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. ചാണ്ടിയുമ്മൻ ഫൗണ്ടേഷന് OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് പണം നൽകിയത്. അതും ബിന്ദുവിന്റെ വിഷയത്തിൽ നാടെങ്ങും പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. ജൂലൈ 3 കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. രോഗിയായ മക്കൾക്ക് കൂട്ടിരിക്കാനായി ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. JCB എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 14-ാം വാർഡിന്റെ ഒരു കെട്ടിടമാണ് അന്ന് ഇടിഞ്ഞു വീണത്.